90% ലോൺ കിട്ടും. ഇതിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റും. കസ്റ്റമർ വന്ന് കണ്ട് അവരുടെ അഡ്രസ്സും ഡീറ്റെയിൽസും തന്നു കഴിഞ്ഞാൽ അതിന്റെ കൊട്ടേഷൻ ചെയ്ത് അതാത് ഡിപ്പാർട്ട്മെന്റ് ആൾക്കാരുണ്ട് നമ്മൾ പ്രൊജക്ട് ചെയ്യിച്ച് നമ്മൾ അവരുടെ ബാങ്കിലോട്ട് സിവിൽ സ്കോർ നേരത്തെ പറഞ്ഞ പോലെ 700 ഉണ്ടായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറ്റിക്കപ്പെടുന്ന ഒരു പരിപാടി ഈ വെളിച്ചെണ്ണ മില്ലിന്റെ ഓയിൽ എക്സ്പില്ലർ എന്ന് പറഞ്ഞിട്ട്. അതായത് യൂട്യൂബ് തുറന്നാൽ കാണാം ഓയിൽ എക്സ്പില്ലർ. കാരണം ഇതിനകത്ത് ഇതിന്റെ റേറ്റ് നമുക്ക് 20,000 പോലും മേളിട്ടുണ്ട്. ഇതിനകത്ത് അറിയാലോ ഒരു കമ്പനിയും നഷ്ടക്കച്ചവടം ചെയ്യുന്ന പരിപാടി. ഇത് ഓട്ടോമാറ്റിക് ഇത് ഇത്ര സമയം കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഇതിങ്ങനെ മൂവ് ചെയ്തിരിക്കും അല്ലേ. നമ്മൾ ഒരു പ്രൊഡക്റ്റിന്റെ വെള്ളത്തെ എത്ര കളയണമെന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ആക്ച്വലി ഡീഹൈഡ്രേറ്റർ. നമ്മുടെ നാട്ടിൽ ആർക്കും അറിയാത്തൊരു രഹസ്യം തന്നെയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഡ്രയർ ആണ് എല്ലാവരും വിൽക്കുന്നത്. എപ്പോഴും നമ്മൾ മെഷീൻ വാങ്ങിക്കുമ്പം ഇത് ഗ്രേഡ് ഏതാണ്, ഇതിനകത്ത് ഏത് മോട്ടർ ഉപയോഗിക്കുന്നത്, ഗിയർ റേഷ്യോ എത്രയാണ്, അതിൻ്റെ മെറ്റീരിയൽ തിക്നെസ് എത്രയാണ്, കമ്പോണൻസ് ഏത് ബ്രാൻഡാണ് ഉപയോഗിക്കുന്നത്, ഇത് ഇത്രയും ക്ലിയർ ആയിട്ട് ചോദിക്കും. ഒരു മാനുഫാക്ചർ ആണെങ്കിൽ അവർക്ക് അത് കറക്റ്റ് പറയാൻ പറ്റും. ഈ ചീപ്പ് സാധനം ഉണ്ടാക്കി ചീപ്പ് സാധനം കൊടുത്ത് പൈസ ഉണ്ടാക്കി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാ മെഷീൻ ഏത് മെഷീൻ എടുത്താലും നമ്മൾ ഉപയോഗിക്കുന്നത് ഇതേപോലെ ഗ്ലാസ് കേബിൾ മാത്രമായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. കേരളത്തിൽ മിഷനറി വാങ്ങിച്ചാലും സബ്സിഡി കിട്ടാത്തതിൻ്റെ മെയിൻ റീസൺ കേരളത്തിൽ ഗവൺമെൻറ് കുറേ നോംസുകളുണ്ട്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മുടെ കമ്പനി അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊന്ന് പറയാമോ? നമസ്കാരം. നമ്മുടെ കമ്പനിയുടെ പേര് അഗ്രോ 3 മെഷീൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. നമ്മുടെ കമ്പനി കഴിഞ്ഞ 17 വർഷമായിട്ട് കേരളത്തിലും കേരളത്തിൻ്റെ വെളിയിലും വിദേശ രാജ്യങ്ങളിലോട്ടും ഏറ്റവും റെഗുലറായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നൊരു കമ്പനിയാണ്. നമ്മൾ ആക്ച്വലി R&D കമ്പനിയാണ്. നമുക്ക് നമ്മുടെ നാട്ടിൽ പലതരം മിഷനറി മാനുഫാക്ചറിങ് ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിന് നിങ്ങളുടെ ആശയത്തിനനുസരിച്ചിട്ട് മെഷീൻ ഡെവലപ്പ് ചെയ്യുന്ന ഒരു R&D കമ്പനി കേരളത്തിൽ ആദ്യമായിട്ട് ഉണ്ടായത് നമ്മുടെ അഗ്രോ 3 മെഷീനറിയുടെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്ത് ആശയം, നിങ്ങൾ ഏതൊരു ബിസിനസ് ആണല്ലോ, നിങ്ങൾ എവിടെയെങ്കിലും കണ്ടൊരു മെഷീൻ ആണെങ്കിൽ പോലും അത് നിങ്ങൾ ഞങ്ങളുടെ ആ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുമെങ്കിൽ അതിനെക്കുറിച്ച് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഡെവലപ്പിംഗ് ടീം, എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്. അപ്പം അവർ നിങ്ങളുടെ ആശയത്തിനനുസരിച്ച് മെഷീൻ ഡെവലപ്പ് ചെയ്ത് തരും. സ്വയം തൊഴിൽ കണ്ടെത്തണമെന്ന് എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അതിനുള്ള ആശയങ്ങൾ നിങ്ങളുടെ പറയുകയാണെങ്കിൽ അത് ഡെവലപ്പ് ചെയ്ത് അതിനുവേണ്ട മെഷീനറീസും ലോണും സബ്സിഡി കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിന് ചെയ്തു കൊടുക്കും അല്ലേ? ഓക്കെ. നമ്മുടെ കമ്പനി കറക്റ്റ് എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണ്? നമ്മുടെ ആക്ച്വലി നമുക്ക് ആലപ്പുഴ തലപടി, അതായത് ആലപ്പുഴ ടൗണിൽ നിന്ന് വരുമ്പോൾ മണ്ണഞ്ചേരി റൂട്ടിലോട്ട് വരുമ്പം അവലൂക്കുന്ന് സ്റ്റേറ്റ് ബാങ്കിൻ്റെ പുറകിലായിട്ട് വരും നമ്മുടെ ഹെഡ് ഓഫീസ്. പിന്നെ ഇടുക്കി നെടുങ്കണ്ടം പുതിയ പള്ളിക്ക് താഴെ നമുക്ക് ഫാക്ടറി ഉണ്ട്. പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ബാംഗ്ലൂർ പീനിയ സെക്കൻഡ് സ്റ്റേജിൽ അവിടെയുണ്ട്. അപ്പോൾ നമുക്ക് 3 മാനുഫാക്ചറിങ് യൂണിറ്റുകളും പിന്നെ ഷോറൂമുകളാണ് നമുക്കുള്ളത്. ഓക്കെ. കേരളത്തിൽ എവിടെ വേണോ നമുക്ക് സർവീസ് ചെയ്ത് കൊടുക്കാൻ കഴിയും? നമ്മൾ കേരളത്തിൽ മാത്രമല്ല, നമ്മൾ ഓൾ ഇന്ത്യയിൽ നമ്മൾ ചെയ്യുന്നൊരു കമ്പനിയാണ്. നമുക്ക് 250ഓളം ഏജൻസികൾ ആക്ച്വലി നിലവിൽ 3 സ്റ്റാറിനുണ്ട്. അതുകൊണ്ട് സർവീസിൻ്റെ കാര്യത്തിൽ വേറെ എല്ലാ കമ്പനിയെക്കാട്ടിലും ഒരുപടി മുമ്പിൽ നിന്ന് ചെയ്യാനായിട്ട് 3 സ്റ്റാറിന് കഴിയും. നമ്മൾ പൊതുവായിട്ട് എന്തെല്ലാം മെഷീനുകളാണ് ഇവിടെ ചെയ്യുന്നത്? നമുക്ക് സാധാരണ നമ്മുടെ തേങ്ങ ചിരവുന്ന മെഷീൻ മുതൽ ഓട്ടോമാറ്റിക്കല്ല, അതായത് ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ലോണ്ടറി മെഷീൻ വരെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ കാർഡമൺ ഡ്രയർ ആണെങ്കിലും മറ്റേ ഡീഹൈഡ്രേഷൻ, നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡീഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞ് വാങ്ങിക്കുന്ന 99% വാങ്ങിക്കുന്ന ഡ്രയറുകളാണ്. ഡ്രയർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു ഹീറ്റിംഗ് ഓയിൽ വെച്ച് ചൂടാക്കി ചൂട് വെളിക്കളയുന്നൊരു പരിപാടിയാണ് ഡ്രയർ. ഒരിക്കലും നമുക്കൊരു എക്സ്പോർട്ട് ക്വാളിറ്റി ആ ഒരു പ്രൊഡക്റ്റിന് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളത്തെ മാത്രം വലിച്ചെടുത്ത് കളഞ്ഞാൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് നമ്മുടെ മെഷീൻ ഏറ്റവും കൂടുതൽ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഡീഹൈഡ്രേറ്റ് എയർ പമ്പ് ഡീഹൈഡ്രേറ്റ് എന്ന് വെച്ചാൽ ലേറ്റസ്റ്റ് ടെക്നോളജി ഡെവലപ്പ് ചെയ്ത പാറ്റേൺ നമുക്കാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതൊരു നല്ലൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ. ഇപ്പോൾ നമുക്കൊരു സ്ത്രീ സംരംഭകയായിരുന്നാലും കുടുംബശ്രീ പോലുള്ള യൂണിറ്റുകളായിരുന്നാലും നമുക്ക് ഇവിടെ സമീപിക്കുകയാണെങ്കിൽ ഒരു മിനിമം എത്ര രൂപ ഉണ്ടെങ്കിൽ ഒരു നല്ലൊരു ബിസിനസ്, അതായത് മാസം ഒരു നല്ലൊരു ഇൻകം വരുന്ന ഒരു ബിസിനസ് ആരംഭിക്കാം? അതായത് നമുക്ക് ഒരു 50,000 രൂപ മുതൽ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മേലോട്ട് ബിസിനസ് ചെയ്യാം. അതായത് റീപാക്കിംഗ് ചെയ്ത് തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ്. ഇപ്പം എന്തുവായിക്കട്ടെ, മുളക് പൊടി മല്ലിപ്പൊടിയാണെങ്കിൽ തന്നെ നമ്മൾ മാനുഫാക്ചറിങ് തുടങ്ങണമെന്ന് നിർബന്ധമില്ല. ഒരു പാക്കിംഗ് മെഷീൻ മാത്രം വാങ്ങിച്ചിട്ട് റീപാക്ക് ചെയ്ത് നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ അതിൻ്റെ ഗ്രോത്തിൻ്റെ ഇൻറ്റൻസിറ്റി മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മിഷനറിലോട്ട് വേണമെങ്കിൽ മാറാം. അപ്പോൾ അങ്ങനെയുള്ള മെഷീൻ വാങ്ങിച്ചാലും വാങ്ങിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയുള്ള ടെക്നിക്കലായിട്ടുള്ള അഡ്വൈസുകളും നിങ്ങൾക്കുള്ള ട്രെയിനിങ്ങുകളൊക്കെ നമുക്ക് 3 സ്റ്റാർ അഗ്രോ മിഷനറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് മെയിനായിട്ട് അറിയാമെന്നുള്ളത് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ലോണുകൾ, സബ്സിഡി ഇതെല്ലാം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സ്ഥാപനത്തിന് കഴിയുന്നു. തീർച്ചയായിട്ടും. നമ്മൾ ആക്ച്വലി കേരളത്തിലുള്ള ഓൾ ഇന്ത്യയിൽ തന്നെ പല പല സ്കീമുകളും നിലവിലുണ്ട്. ഇതൊക്കെ ചെയ്യാനൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ആളെ വെച്ചിട്ടുണ്ട്. അതും
അവർ ഫ്രീ ആയിട്ട് നമുക്ക് A to Z കാര്യങ്ങൾ അവർ ചെയ്തു തരും. അപ്പോൾ അതെല്ലാം നമ്മളെ കമ്പനി തന്നെ ഫോളോ അപ്പ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് തരും. പിന്നെ ഒരു കണ്ടീഷൻ, നിങ്ങൾക്ക് സിബിൽ സ്കോർ ഉണ്ടായിരിക്കണം. സിബിൽ സ്കോർ 700 ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സബ്സിഡി സ്കീമിലോട്ട് നിങ്ങളെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ഒരു ആശയം നിങ്ങളുടെ മനസ്സിലുണ്ട്, നിങ്ങൾക്ക് സിബിൽ സ്കോർ 700 ഉണ്ടെങ്കിൽ 100% നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ബിസിനസ്സിലോട്ട് എത്തിച്ചേരാനുള്ള ട്രെയിനിങ് ഉൾപ്പെടെ തരാനായിട്ട് അഗ്രോ ടൂറിസം മിഷനറിക്ക് കഴിയും. ചേട്ടാ, പിന്നെ ഈ സർക്കാർ സബ്സിഡികൾ പല സ്ഥാപനങ്ങളും സബ്സിഡി കൊടുക്കാം, സബ്സിഡി കിട്ടുമെന്ന് പറയുന്നു. എന്നാൽ ഇത് വാങ്ങി ആരംഭിച്ചു കഴിഞ്ഞിട്ട് ഈ സംരംഭകർ പെടുന്ന പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സബ്സിഡി നേടിയെടുക്കുന്നില്ല, അവർ കിട്ടുന്നില്ല. വർഷങ്ങൾ കഴിഞ്ഞിട്ടും കിട്ടാതെ നമ്മൾ പല വീഡിയോയ്ക്ക് താഴെയും പറയുന്നുണ്ട് സബ്സിഡി കിട്ടാറില്ല എന്ന്. ഇതിനൊരു മെയിൻ റീസൺ എന്താണ്? അതായത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിൽ മിഷനറി വാങ്ങിച്ചാൽ സബ്സിഡി കിട്ടാത്തതിൻ്റെ മെയിൻ റീസൺ, കേരളത്തിൽ ഗവൺമെൻറ് കുറേ നോംസുകളുണ്ട്. അതായത് ട്രേഡറിൽ നിന്ന് വാങ്ങിച്ചാൽ സബ്സിഡി കിട്ടില്ല, അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ മിനിമം ഇത്ര വർഷമായ കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചാൽ മാത്രമേ സബ്സിഡി കിട്ടത്തുള്ളൂ. അങ്ങനെ കേരളത്തിൽ നിന്ന് വാങ്ങിച്ചാൽ കൂടുതൽ അങ്ങനെ കുറേ നോംസ് ഉണ്ട്. ഈ നോംസ് ഒന്നും പാലിക്കാതെ ഈ പുതിയതായിട്ട് പൊട്ടിമുളച്ച കമ്പനികളിൽ നിന്ന് പോയി ചാടിക്കയറി വാങ്ങിക്കുമ്പോഴാണ് ഈ സബ്സിഡി കിട്ടാതെ വരുന്നത്. അതായത് ഇപ്പോൾ ചേട്ടൻ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ 5 വർഷം നമുക്ക് മിനിമം ഒരു കമ്പനി റൺ ചെയ്താൽ മാത്രമേ, അതായത് ഇത്രയും സർട്ടിഫിക്കേഷനോട് റൺ ചെയ്യുന്ന കമ്പനികൾക്ക് ആ ഒരു ബെനിഫിറ്റുകളൊക്കെ കിട്ടാറുള്ളൂ. ഞാൻ ഇവിടെ വന്ന് ചേട്ടൻ പറഞ്ഞപ്പോഴാണ് ഇത്രയും കാര്യങ്ങൾ എനിക്ക് തന്നെ അറിയാൻ പറ്റിയത്. അതായത് നമ്മളിപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മൾ സബ്സിഡി തരാം, അവരൊരു പ്രോഡക്റ്റ് വിറ്റ് പോകാൻ വേണ്ടി പല കമ്പനികളും അങ്ങനെ പറയാറുണ്ട്. അതായത് ഇപ്പോൾ നമ്മളിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ സബ്സിഡി തരാം, ലോൺ തരാം, പക്ഷെ അവസാനം ആ സബ്സിഡി കിട്ടാറില്ല. അതിന്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ 5 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം ആ കമ്പനിക്കും. അതേപോലെ 3 വർഷമെങ്കിലും മിനിമം ആ കമ്പനി റൺ ചെയ്തിരിക്കണം. മിനിമം 3 വർഷമെങ്കിലും റൺ ചെയ്ത കമ്പനിയിൽ നിന്ന് വേണം വാങ്ങാനായിട്ട്. അല്ല, 5 വർഷം റൺ ചെയ്ത കമ്പനിയിൽ നിന്ന് വേണം വാങ്ങാനും. പിന്നെ ആ മെഷീൻ വാങ്ങുന്ന വ്യക്തി മിനിമം 3 വർഷമെങ്കിലും റൺ ചെയ്യണമെന്നൊരു റൂൾ ഉണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ഫോർമുലേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അതായത് മെഷീൻ വാങ്ങിച്ചെങ്കിൽ അത് കറക്റ്റായിട്ട് ഗവൺമെന്റിനെ അറിയിക്കുക, അതിന്റെ കുറേ ഫോർമാലിറ്റീസ് ഉണ്ട്. അതൊക്കെ ഈ അതാത് രീതിയിൽ ചെയ്താൽ മാത്രമേ സബ്സിഡി കിട്ടത്തുള്ളൂ. അപ്പോൾ സാധാരണ എല്ലാവരും സെയിൽ ചെയ്തു ഒരു ബില്ലും കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പരിപാടി കഴിഞ്ഞു. ഇതിന്റെ ബാക്കിയുള്ള ഫർദർ പ്രൊസീജിയർ ചെയ്യാത്തതുകൊണ്ടാണ് ഇവർക്ക് കിട്ടാത്തത്. രണ്ടാമത് ഈ പറഞ്ഞ പോലെയുള്ള ഗവൺമെന്റിന്റെ നോംസ് പാലിക്കുന്ന കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചാലേ കിട്ടത്തുള്ളൂ. അതിന്റെ ഡോക്യുമെന്റ് ആണ് ഇപ്പം ചേട്ടാ എനിക്ക് അതൊന്ന് അയച്ചു തരുമല്ലോ. അതായത് സർക്കാരിന്റെ നോംസ് നമുക്ക് കാണിക്കാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സംരംഭകരും പെട്ടെന്നൊരു ആഗ്രഹത്തിൽ അവരുടെ ജീവിത ലക്ഷ്യമായിരിക്കും, അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ട് ഒരുപാട് പൈസ നഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരിതെല്ലാം അറിഞ്ഞിട്ട് ഇറങ്ങട്ടെ ബിസിനസ്സിലേക്ക്. അല്ലാതെ നമുക്കൊരു മിഷൻ വിറ്റ് പോയിട്ടല്ലല്ലോ നമ്മൾ ലാഭം. ആൾക്കാരും രക്ഷപ്പെടണം, അവരുണ്ടെങ്കിലേ നമ്മളുള്ളൂ. നമുക്ക് എന്തായാലും ചേട്ടാ കൂടുതൽ പറഞ്ഞിട്ട് ബോറടിപ്പിക്കണ്ട, നമുക്ക് നമ്മുടെ മെഷീനുകളും അതിന്റെ ഡീറ്റെയിലും ഒന്ന് പറഞ്ഞു തരാമല്ലോ. ഇതാണ് നമ്മുടെ ഷോറൂം. ഇതാണ് നമുക്ക് ഇവിടെയുണ്ട്, മേളിലുണ്ട്. ഇതേപോലെ ഇടുക്കിയിലും ബാംഗ്ലൂരും ഓൾറെഡി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ഉദാഹരണം നമ്മൾ വരുമ്പോൾ തന്നെ കാണാം, നമുക്ക് ഈ വെളിച്ചെണ്ണ മില്ലിൻ്റെ ഒരു കാര്യം കാണാം. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറ്റിക്കപ്പെടുന്ന ഒരു പരിപാടി ഈ വെളിച്ചെണ്ണ മില്ലിൻ്റെ ഓയിൽ എക്സ്പില്ലർ എന്ന് പറഞ്ഞിട്ട്. അതായത് യൂട്യൂബ് തുറന്നാൽ കാണാം ഓയിൽ എക്സ്പില്ലർ. കാരണം ഇതിനകത്ത് ഇതിൻ്റെ റേറ്റ് നമുക്ക് 20,000 മുതൽ മേളിട്ടുണ്ട്. ഇതിനകത്ത് അറിയാലോ, ഒരു കമ്പനിയും നഷ്ടക്കച്ചവടം ചെയ്യുന്ന പരിപാടി ഇല്ല. പ്രത്യേകിച്ച് ഒരു മാനുഫാക്ചറിംഗ് കമ്പനി പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ക്വാളിറ്റിയും നല്ല പ്രൈസും കൊടുത്താൽ മാത്രമേ അത് പിടിച്ചേക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഈ ചെറിയ രീതിയിൽ തുടങ്ങി ഇന്ന് നമ്മൾ ഇത്രയും ഫാക്ടറികളും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവാനുള്ള കാരണം നമ്മുടെ മിഷൻ്റെ ക്വാളിറ്റി ബേസ്, നമ്മുടെ സർവീസ് ബേസിൽ ഏറ്റവും ബെസ്റ്റ് ആയതുകൊണ്ട് തന്നെയാണ്. നമുക്ക് കേരളത്തിൽ 250 ഏജൻസികൾ ഉള്ളതുകൊണ്ട് നമുക്ക് അവരെ ഏതെങ്കിലും ഒരാൾ കേരളത്തിൽ ഓൾ ഇന്ത്യയിൽ ഉള്ളതുകൊണ്ട് അവരാരെങ്കിലും വന്ന് അറ്റൻഡ് ചെയ്തോളും. നമ്മളെ ഇവിടുന്ന് ഡയറക്റ്റ് വേണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ ഈ ഓയിൽ എക്സ്പെർട്ട് ഇപ്പോൾ ഇതന്നെ 2 HP ഒരു മെഷീൻ എടുത്ത് നോക്കിയാൽ തന്നെ ഈ 2 HPക്കകത്ത് നമുക്ക് 90,000 രൂപയുടെ ഉണ്ട്, 1,14,000 രൂപയുടെ, 1,20,000 രൂപയുടെ ഉണ്ട്. കണ്ട എല്ലാം ഒരേപോലെ ഇരിക്കും, ഒരേപോലെ ഇരിപ്പുണ്ട്. ഒരു സ്റ്റിക്കർ പോലും വ്യത്യാസം ഉണ്ടാകത്തില്ല. ഇതിന്റെ വ്യത്യാസം ഇതിന്റെ ഷീറ്റിന്റെ തിക്നെസ്സും ഇതിന്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന മോട്ടറിന്റെ കമ്പനിയുടെ ഗ്രേഡും അല്ലെ കമ്പനിയും ഈ മോട്ടറിന്റെ ഗിയർ റേഷ്യോ അനുസരിച്ചാണ് ഇതിന് റേറ്റ് വ്യത്യാസം വരുന്നത്. ചിലർ വിളിച്ചു നോക്കി ഇതിന് എത്ര 2 HP എത്ര. നമ്മളെപ്പോഴും നമ്മുടെ ടോപ്പ് ക്വാളിറ്റി സെല് ചെയ്യാനേ നോക്കുന്നു. കാരണം നമ്മളൊരു ബ്രാൻഡ് നെയിം ആയിട്ട് നിൽക്കുന്ന ഒരു കമ്പനി ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ഇത് 1,20,000 രൂപ എന്ന് പറയുമ്പോൾ അതേ സാധനം കോയമ്പത്തൂരിലേക്ക് അവർ 90,000 രൂപ പറയും. ഈ 90,000 രൂപ പറയുന്നതിന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് എന്ന് ആരും ചോദിച്ച് മനസ്സിലാക്കത്തില്ല. അപ്പൊ എപ്പോഴും നമ്മൾ മിഷൻ വാങ്ങിക്കുമ്പം ഇത് ഗ്രേഡ് ഏതാണ്, ഇതിനകത്ത് ഏത് മോട്ടർ ഉപയോഗിക്കുന്നത്, ഇതിന്റെ ഗിയർ റേഷ്യോ എത്രയാണ്, അതിന്റെ മെറ്റീരിയൽ തിക്നെസ് എത്രയാണ്, കമ്പോണൻസ് ഏത് ബ്രാൻഡാണ് ഉപയോഗിക്കുന്നത്, ഇത് ഇത്രയും ക്ലിയർ ആയിട്ട് ചോദിക്കും. ഒരു മാനുഫാക്ചർ ആണെങ്കിൽ അവർക്ക് അത് കറക്റ്റ് പറയാൻ പറ്റും. അതെ, അതായത് ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു യൂട്യൂബ് വീഡിയോ കണ്ടത് കൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് വേണം നമ്മൾ അല്ലെങ്കിൽ നമ്മൾ അത്രയും വിശ്വസമായ സ്ഥാപനങ്ങളിൽ പോയി അതിന്റെ ഡീറ്റെയിൽ തിരക്കി തൊട്ടടുത്ത് ആരെങ്കിലും ഈ കമ്പനിയുടെ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ കണ്ടിട്ടാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, അങ്ങനെയാണ് വാങ്ങാനുള്ളത് അല്ലേ. അപ്പൊ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഒരു മെഷീൻ സെലക്ട് ചെയ്യാനായിട്ട്. നിങ്ങളുടെ ആശയങ്ങൾ എന്താണെങ്കിലും അത് ഇവിടെ ട്രെയിനിങ് ഉൾപ്പെടെ കൊടുത്ത് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പൊ ചേട്ടാ നമ്മളിപ്പോ ഒരു ഓയിൽ എക്സ്പെല്ലർ ചേട്ടൻ പറഞ്ഞു പല വിലയിലുണ്ട്. നമ്മൾ ഇവിടെ തന്നെ ഒരു 4 മെഷീൻസ് വെച്ചിട്ടുണ്ട്.
ഇപ്പോൾ ഒരു വീട്ടമ്മയ്ക്ക് അത്യാവശ്യം ബിസിനസ് ആയിട്ട് അല്ലാതെ ജസ്റ്റ് ഒരു മിഷൻ ഇരിക്കുന്നു അതുകൊണ്ട് ബിസിനസ് ചെയ്യാന്ന് ഇതിനല്ല, അല്ലാതെ ഒരു ബിസിനസ് ആയിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് മിനിമം എത്ര രൂപ ഉണ്ടെങ്കിൽ ഓയിൽ എക്സ്പെല്ലർ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു ബിസിനസ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ദിവസം നമുക്ക് ഒരു മണിക്കൂറിൽ ഒരു 10 ലിറ്ററെങ്കിലും കിട്ടിയില്ലെങ്കിൽ നമ്മൾ അതുകൊണ്ട് ചെയ്യുന്നുണ്ട് ഒരു ബിസിനസ് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ഒരു ദിവസം നമ്മൾ ഒരു വീട്ടിൽ നമ്മൾ എല്ലാ വീട്ടിലും വെളിച്ചെണ്ണ ഉപയോഗിക്കും. ഒരു മാസം മിനിമം ഒരു 2 ലിറ്റർ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത വീടുകൾ വളരെ, ഒരു അച്ഛനും അമ്മയും 2 മക്കളുണ്ടെങ്കിൽ 1 ലിറ്റർ തൊട്ട് 2 ലിറ്റർ വരെ വെളിച്ചെണ്ണ വേണ്ടി വരും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പരിചയമുള്ള വീട്ടുകാരെ മാത്രം കണക്ട് ചെയ്താൽ പോലും നമുക്ക് ഒരു ദിവസം മിനിമം ഒരു 25 ലിറ്ററെങ്കിലും നമുക്ക് മിനിമം കൊടുക്കേണ്ടി വരും. ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ 2 കുപ്പി മിനിമം കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ മിനിമം ഒരു 2 HP മെഷീൻ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഈ 2 HP ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇതിനകത്ത് അത് കസ്റ്റമർ എവിടെ നിന്ന് വാങ്ങിച്ചാലും കസ്റ്റമർ ശ്രദ്ധിക്കേണ്ടത് ഇത് ഏതാ ഇതിന്റെ ഷീറ്റിന്റെ തിക്നെസ് എത്രയാണെന്ന് ചോദിക്കണം, ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഗിയർ മോട്ടർ ഏതിൻ്റെയാണെന്ന് ഉപയോഗിക്കണം, ഇതിന്റെ ഗിയർ റേഷ്യോ ഏതാണെന്ന് ചോദിക്കണം, ഇതിനകത്ത് ഉപയോഗിക്കുന്ന കമ്പോണൻസ് ഏത് ബ്രാൻഡിന്റെ ആണെന്ന് ചോദിക്കണം. ഇത് മാത്രം മാറുമ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന എല്ലാം ABBയുടെ ആണ് ആക്ച്വലി നമ്മൾ കമ്പോണൻസ് അല്ല ഉപയോഗിക്കുന്ന ഉള്ളിൽ മോട്ടർ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഹാവൽസിന്റെ മോട്ടറാണ് ഉപയോഗിക്കുന്നത്. പിന്നെ വയറെല്ലാം ഗ്ലാസ് കേബിൾ ആണ് ഉപയോഗിക്കുന്നത്. സ്വിച്ചുകളൊക്കെ തന്നെ സ്റ്റാൻഡേർഡ് അങ്ങനെ എല്ലാം ബ്രാൻഡ് സാധനങ്ങൾ മാത്രമേ ഉപയോഗിക്കുന്നത്. ഇത് തന്നെ നമ്മൾ ലോക്കലായിട്ടുള്ള കോയമ്പത്തൂർ മേക്ക് ഇഷ്ടംപോലെ സാധനം കിട്ടും. ഇതെടുത്ത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ പകുതിക്ക് വിൽക്കാനും പറ്റും. പക്ഷെ ഇതിന്റെ പേരിൽ സർവീസിങ് കൊടുക്കുമ്പോഴാണ് കസ്റ്റമറിന് ഫെഡപ്പ് ആകുന്നത്. ഒരു ബിസിനസ് ഗ്രോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു സ്റ്റക്കപ്പായി പോയി നമ്മൾ ബിസിനസ് പിന്നെ ഗ്രോ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അപ്പൊ ഇനിഷ്യലി നമ്മൾ ഒരു 10 രൂപയുടെ വ്യത്യാസം നോക്കാതെ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ചാൽ നമ്മുടെ ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ പരീക്ഷണം ചെയ്യുന്ന ബിസിനസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ചെറിയ തോതിൽ ചെയ്തിട്ട് വലുതാകാനാണ് എല്ലാവരും നോക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ബ്രാൻഡ് നെയിം കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് പിന്നെ ഗ്രോത്ത് ഉണ്ടാവും. അതെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും നല്ല സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കാന്ന് എനിക്ക് കസ്റ്റമർ. ഇപ്പൊ നമുക്ക് ഈ 2 HP മോട്ടർ വരുന്ന ഒരു മെഷീൻ ഇവിടെ വാങ്ങുമ്പോഴത്തേക്ക് എത്ര പ്രൈസ്? ഇവിടെ ആകുമ്പോൾ നമുക്ക് 90,000 രൂപയുടെ ഉണ്ട്, 1 10 ഉണ്ട്, 1 20. അത് കസ്റ്റമർ ഏതാണ് ആവശ്യം ഇതിന്റെ മൂന്നിന്റെയും പ്ലസും മൈനസും നമ്മൾ കസ്റ്റമറെ ഇരുത്തി കാണിച്ചു കൊടുത്ത് പറഞ്ഞ് ഓപ്പൺ ചെയ്ത് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കും. അപ്പൊ അത് മനസ്സിലാക്കിക്കൊണ്ട് കസ്റ്റമർ ചൂസ് ചെയ്യാന്നുള്ളൂ. ഇതിന് നമുക്കിപ്പോ ഈ 35 പറഞ്ഞ പെർസെന്റേജ് സബ്സിഡി കിട്ടുമല്ലോ? സബ്സിഡി കിട്ടും. നേരത്തെ നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചാൽ കിട്ടും, എല്ലാ കമ്പനിയിൽ നിന്ന് കിട്ടുമെന്ന് എനിക്കറിയില്ല. കാരണം മറ്റേ നോംസ് ഗവൺമെന്റ് ഉള്ളതുകൊണ്ട് നമ്മളെ പോലെയുള്ള പല കമ്പനികളും കേരളത്തിലുണ്ട്, അവിടെ നിന്ന് വാങ്ങിച്ചാൽ കിട്ടും. ഇപ്പൊ ഈ പറഞ്ഞ മെഷീൻ ആയിരുന്നാലും നമുക്ക് ലോൺ എല്ലാം ചെയ്ത് 90% ലോൺ കിട്ടും. ഇതിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാം ചെയ്ത് കൊടുക്കാൻ പറ്റും. കസ്റ്റമർ വന്ന് കണ്ട് അവരുടെ അഡ്രസ്സും ഡീറ്റെയിൽസും തന്നു കഴിഞ്ഞാൽ അതിന്റെ കൊട്ടേഷൻ ചെയ്ത് അതാത് ഡിപ്പാർട്ട്മെന്റ് ആൾക്കാരുണ്ട് നമ്മൾ പ്രൊജക്ട് ചെയ്യിച്ച് നമ്മൾ അവരുടെ ബാങ്കിലോട്ട് സിവിൽ സ്കോർ നേരത്തെ പറഞ്ഞ പോലെ 700 ഉണ്ടായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോ 5 വർഷം കൊണ്ട് അതുകൊണ്ടാണ്, അതായത് ഇപ്പോൾ സബ്സിഡി കൊടുക്കാന്ന് പറഞ്ഞ് പറ്റിച്ചു കഴിഞ്ഞാൽ നമുക്ക് 5 കൊല്ലം പോയിട്ട് ഒരു 2 വർഷം പോലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും അതെല്ലാം ചെയ്യുന്നതുകൊണ്ടാണല്ലോ പോകുന്നത്. നമ്മളിപ്പോ 17 വർഷമായി ഇത്രയും വലിയ രീതിയിൽ നമ്മൾ നിൽക്കുന്നതിന്റെ കാരണം അത് തന്നെയാണ്. അതെ, അതുകൊണ്ട് ഇതിന്റെ വാറന്റി എങ്ങനെ വരും? എല്ലാ മെഷീനും 1 ഇയർ വാറന്റിയും 1 ഇയർ സർവീസ് വാറന്റിയാണ് നമ്മൾ കൊടുക്കുന്നത്. 1 ഇയർ വാറന്റി, 1 ഇയർ സർവീസ് വാറന്റിയും, പിന്നെ നമ്മൾ ലൈഫ് ടൈം സപ്പോർട്ടും നമ്മൾ കൊടുക്കുന്നു. ആഫ്റ്റർ വാറന്റി നമ്മൾ എല്ലാവർക്കും മൊബൈൽ നമ്മുടെ മെഷീൻ വാങ്ങിക്കുമ്പോൾ ഒരു മൊബൈൽ ആപ്പ് പുതിയതായിട്ട് നമ്മളൊരു ആപ്പും കൂടെ അവർക്ക് ജസ്റ്റ് ഒരു ഗൂഗിൾ ഫോം കൂടെ അയച്ചു കൊടുക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് എന്തെങ്കിലും പ്രോബ്ലം ആ ആപ്പിൽ അതിൽ കയറി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ആവും. എനിക്ക് ഇന്ന കമ്പനിക്ക് ഇന്ന മെഷീൻ പ്രോബ്ലം ഉണ്ട്, ഓട്ടോമാറ്റിക് വിളിച്ച് പറയാനോ നമ്പർ കിട്ടിയില്ല അല്ലെങ്കിൽ അത് കിട്ടിയില്ല ഇത് കിട്ടുന്നുള്ളൊരു പ്രോബ്ലം പറയാതിരിക്കാൻ വേണ്ടി നമ്മൾ അതും കൂടെ ചെയ്തിട്ടുണ്ട്. ചിലവരെയും വിളിച്ചപ്പോൾ റേഞ്ച് കിട്ടിയില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു, ഇതൊന്നും പറയണ്ട. അവർ ആ ആപ്പിൽ കയറി അവരുടെ സീരിയൽ നമ്പർ, അവർ പർച്ചേസിംഗ് ഡേറ്റ്, ഇൻവോയ്സിന്റെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്ത് എൻ്റർ ചെയ്താൽ ഇവിടെ കറക്റ്റായിട്ട് കിട്ടും. ഇന്ന പാർട്ടിക്ക് ഇന്ന സാധനം. അപ്പം വാറന്റി ആണ്, ഓട്ടോമാറ്റിക് കമ്പനി കമ്പ്യൂട്ടർ റെക്കഗ്നൈസ് ചെയ്ത് നമുക്ക് ഡീറ്റെയിൽ കിട്ടും, ചെയ്ത് കൊടുക്കും. അപ്പോൾ അത്രയും അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ എല്ലാ കമ്പനിയെക്കാട്ടി ഒരുപടി മുമ്പിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത മെഷീൻ ഒന്ന് നോക്കിയാലോ? അടുത്ത മെഷീൻ നമ്മുടെ ഡീഹൈഡ്രേഷൻ മെഷീനാണ്. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അടുത്ത് പറ്റിക്കപ്പെടുന്ന ഒരു മെഷീനാണ് ഡീഹൈഡ്രേറ്റർ. അതായത് ഡ്രയർ ആണ് എല്ലാവരും ഡീഹൈഡ്രേറ്റർ എന്ന് പറഞ്ഞ് വിൽക്കുന്നത്. ഡീഹൈഡ്രേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ എയർ ഹോള് പോലും ഇല്ലാത്ത ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ചേംബർ ആയിരിക്കണം ഡീഹൈഡ്രേറ്റർ. അതിന്റെ വെള്ളത്തെ മാത്രം വലിച്ചെടുത്ത് കളഞ്ഞ് ഉണക്കുന്ന ഒരു സിസ്റ്റം ആയിരിക്കണം ഡീഹൈഡ്രേറ്റർ. നമ്മുടെ നാട്ടിൽ 99% കമ്പനികളും ഡ്രയറിന്റെ മേളിൽ ഡീഹൈഡ്രേറ്റർ എഴുതിയിട്ട് വിൽക്കും. അപ്പൊ എന്താന്ന് വെച്ചാൽ ഡ്രയർ വാങ്ങിച്ചാൽ ഇതിന്റെ സൈഡിൽ നിറയെ എയർ ഹോൾ ഉള്ളതുകൊണ്ട് ചൂട് കാറ്റ് 24 മണിക്കൂർ വെളിയിലേക്ക് പോകണം പോകുന്നുണ്ട്. നമ്മുടെ വാങ്ങിക്കുന്ന കസ്റ്റമറിന് കറണ്ട് ചാർജ് ഭയങ്കര നഷ്ടം ഉണ്ടാവും. പിന്നെ ക്വാളിറ്റി നഷ്ടപ്പെടും. നമ്മൾ അടച്ചിട്ട് പുഴുങ്ങുന്ന ഫുഡിന് ഗുണം കൂടുന്നു പറയാനുള്ള കാരണം അതുകൊണ്ടാണ്. അപ്പൊ വെജിറ്റബിൾസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ വെയിലത്തിട്ട് ഉണക്കിയാൽ പോലും അതിന്റെ കളർ ഫേഡ് ആവും. നമ്മുടെ ഗ്യാരണ്ടി നമ്മൾ വെക്കുന്ന കളർ അതേപോലെ കിട്ടും. കാരണം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഏലക്ക അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി എയർ പമ്പ് ഉപയോഗിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഞങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് യഥാർത്ഥ എന്താണോ കളർ ആ കളറ് ടിട്ടോ നമുക്ക് കിട്ടും. ന്യൂട്രീഷൻ വാല്യൂ പോവില്ല. കാരണം ഗ്യാരണ്ടി ആയിട്ട് പറയാനുള്ള കാരണം 55 ഡിഗ്രിക്കും
താഴെയാണ് നമ്മളെ ഈ ഡീഹൈഡ്രേഷൻ പ്രോസസ്സ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ന്യൂട്രീഷൻ വാല്യൂ പോവില്ല. ബാക്കി എല്ലാ കമ്പനികളും 55, 60, 65, 70 ഒക്കെ ഇട്ട് ഉണക്കും. അങ്ങനെ ഉണക്കുമ്പോൾ ഓട്ടോമാറ്റിക് ന്യൂട്രീഷൻ വാല്യൂ പോകും. അത് ഈ താഴെ ഉണങ്ങിയാൽ ഉണങ്ങില്ല അവരുടെ. നമ്മളത് വെള്ളത്തെ പമ്പ് ചെയ്ത് എടുക്കുന്നതായതുകൊണ്ടാണ് നമ്മൾ ഉണങ്ങാനുള്ള കാരണം. അതെ. അതുപോലെ ചേട്ടൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇതിപ്പോ നമ്മൾ വീണ്ടും വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ പഴയതുപോലെ നമുക്ക് ഒരെണ്ണം വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കാണിക്കാം. നമ്മൾ ഈ ഉണക്കി വെച്ചിരിക്കുന്നത് ഇതിൽ വരുമ്പോൾ ഇപ്പൊ നമുക്കതിപ്പോൾ തക്കാളി ആണെങ്കിലും ഇപ്പൊ ഈ പറഞ്ഞ പോലെ ചെമ്മീനാണെങ്കിലും ഈ ചെമ്മീനൊക്കെ എല്ലാവരും ഉണക്കുമ്പോൾ ഇതിന്റെ തല മൊത്തം കറുത്തു. അതെ. അപ്പൊ ഇത് നമ്മുടെ ഒരു മെഷീൻ ഉപയോഗിക്കുന്ന ഒരു ഇത്തൂസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെയാണ്. അവർ വന്നപ്പോൾ നമുക്ക് സാമ്പിൾ ഡെമോ തന്നതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഏത്തക്കയാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഇലവർഗ്ഗങ്ങളാണെങ്കിലും പിന്നെ കപ്പയാണെങ്കിലും നമ്മൾ എന്തുണക്കിയാലും നമുക്ക് അതേ കളറും കപ്പയുടെ കളറുണ്ടോ ക്വാളിറ്റി അതേപോലെ നമുക്ക് കിട്ടും. ഇത് നമ്മൾ പറഞ്ഞ പോലെ ഡീഹൈഡ്രേറ്റ് ആണ്. നോക്കിയാൽ ഒരു സിംഗിൾ എയർ ഹോൾ പോലും എങ്ങുമില്ല. ബാക്കി എല്ലാ കമ്പനികളും ഇത് ചെയ്യുമ്പം നിറയെ എയർ ഹോളുകൾ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഇത് ഡീഹൈഡ്രേറ്റർ ആണ്. അതായത് നമ്മൾ ഉണക്കുന്ന എല്ലാവരും പറയുന്ന പോലെ വെയിലത്തിട്ട് ഉണക്കും. അതിന് സോളാർ ഡ്രയർ, സാധാരണ ഡ്രയർ, ഡീഹൈഡ്രേറ്റർ, എയർ പമ്പ് ഫ്രീസ് ടാങ്ക്, ഇത്രയും ടെക്നോളജിയാണ്. ഇത് നമ്മുടെ ഹീറ്റ് പമ്പിന് തൊട്ട് മുമ്പുള്ള ഡീഹൈഡ്രേറ്റർ. ഇത് കറക്റ്റായിട്ട് ക്ലോസ്ഡ് ചേമ്പറാണ്. ഒരു സിംഗിൾ ഒരു ബീഡിങ് പോലും കണ്ട സിംഗിൾ എയർ പോലും ലീക്ക് ആവാത്ത രീതി നമ്മൾ ക്ലോസ് ചെയ്തിരിക്കും. ബാക്കി എല്ലാ കമ്പനികളും 4 ചുറ്റും ഹോൾ ഇട്ടിട്ട് ചൂടുകാറ്റ് കളയുമ്പോൾ നമ്മൾ അവിടെ ഹീറ്റ് വെളിയിൽ പോയിരിക്കാൻ ഫുള്ളി ക്ലോസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന്റെ ടെമ്പറേച്ചറും മോയ്സ്ചറും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. എത്ര ടാർഗറ്റ് ടെമ്പറേച്ചർ എത്ര വരെ വരാൻ പാടുള്ളൂ, ഇതിന്റെ എത്ര വെള്ളം കളയണം, നമ്മൾ ഒരു പ്രൊഡക്റ്റിന്റെ വെള്ളത്തെ എത്ര കളയണമെന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ആക്ച്വലി ഡീഹൈഡ്രേറ്റർ. നമ്മുടെ നാട്ടിൽ ആർക്കും അറിയാത്തൊരു രഹസ്യം തന്നെയാണ്. ചൂട് കൊടുക്കുക, ഉണക്കുക. ചൂടല്ല, ഒരു പ്രൊഡക്റ്റ് ഉണക്കാനും ചൂടിന്റെ ആവശ്യമില്ല. നമ്മളൊരു തുണി കഴുകി ഫാൻ്റെ ഇട്ടിട്ട് രാവിലെ എത്തുമ്പോൾ നല്ല പുതപ്പാണെങ്കിൽ പോലും രാവിലെ ഉണങ്ങി കിട്ടും. അവിടെ എന്താ എയർ വാട്ടർ മോളിക്യൂൾ വലിച്ചോണ്ട് പോകും. അതേപോലെ നമ്മൾ ഉണക്കാനായിട്ട് പറ്റണം. അപ്പൊ അങ്ങനെ ഉണക്കും, നമ്മുടെ പ്രൊഡക്റ്റും അങ്ങനെ ഉണക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഉണക്കുന്ന ടെക്നോളജികളാണ് ഡീഹൈഡ്രേറ്റർ. പക്ഷെ നമ്മുടെ നാട്ടിൽ ഡ്രയർ ആണ് എല്ലാവരും വിൽക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതിയാവും. സാധാരണ എല്ലാ കമ്പനികളുടെയും ടെമ്പറേച്ചർ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയൊരു കൺട്രോൾ 150 രൂപ കൺട്രോളായിരിക്കും ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഹണിവെല്ലിൻ്റെ സെൻസറാണ്. ഇതിന് തന്നെ 6000 രൂപ ഈ സെൻസറിൻ്റെ വിലയുണ്ട്. 6000 രൂപ ഒരു സെൻസറിൻ്റെ വില. സാധാരണ എല്ലാ കമ്പനികളും ഈ 10 രൂപയുടെ ഒരു മെഷീൻ വാങ്ങിക്കുമ്പോൾ 150 രൂപയുടെ ഒരു സെൻസർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് 6000 രൂപയുടെ ഡീഹൈഡ്രേറ്റിംഗിൻ്റെ മോയ്സ്ചർ സെൻസറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഹണിവെല്ലിൻ്റെ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും ക്വാളിറ്റി ആയിട്ട് നമ്മൾ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുമ്പം അതിൻ്റെ ആയിട്ടുള്ള ഔട്ട്പുട്ട് നമ്മുടെ പ്രൊഡക്റ്റിലുണ്ടാവും. ഇനി നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഗ്രോത്ത് ആകാൻ പറ്റുന്ന ഒരു ബിസിനസ് ലോണ്ടറി ബിസിനസ്. അതായത് കേരളത്തിൽ 2 കമ്പനികളെ മാനുഫാക്ചർ ചെയ്യുന്നുള്ളൂ ലോണ്ടറി മെഷീൻസ്. ബാക്കി എല്ലാവരും ട്രേഡിങ്. ഒന്ന് ഞങ്ങളാണ്, പിന്നെ ഒന്ന് വേറൊരു കമ്പനിയാണ്. ബാക്കി എല്ലാവരും ട്രേഡ് ചെയ്യാണ്. അപ്പോൾ ഓൺ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിക്ക് അതിനെക്കുറിച്ച് A to Z ട്രബിൾ ഷൂട്ടിംഗ് ആണെങ്കിലും സപ്പോർട്ടാണ് കൊടുക്കാൻ പറ്റും. ഈ ട്രേഡ് ചെയ്യുന്നവർ ഇമ്പോർട്ട് ചെയ്ത് വരുന്നതിന് കുറേ നാളുമ്പോൾ അതിൻ്റെ സ്പെയർ പാർട്സ് ഇല്ല അതിൻ്റെ ഇതിലെന്ന് പറഞ്ഞിട്ട് മിക്കവരും ചതിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ ലോണ്ടറി മെഷീൻ്റെ ഏറ്റവും വലിയ വെച്ചാൽ നമ്മുടെ നാട്ടിൽ റിസോർട്ടുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഇനിയുള്ള കാലത്ത് എല്ലാ വീട്ടമ്മമാരും ജോലി തിരക്കും അല്ലെന്നുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താനും ജോലിയുള്ള ഒരു സാഹചര്യം വരികയാണ്. അപ്പോൾ ഈ തുണിയുടെ കഴുകുന്ന വെച്ചാൽ വീട്ടിൽ തന്നെയാണല്ലോ. ഇപ്പം ബാംഗ്ലൂർ ചെന്ന് കഴിഞ്ഞാൽ എല്ലാ വീട്ടുകളിലും തുണി രാവിലെ വണ്ടി വരും, എല്ലാ വീട്ടിൽ നിന്നും കളക്ട് ചെയ്യും, കൊണ്ടുപോകും, തിരിച്ചു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതൊരു മൊബൈൽ ആപ്പ് ഒന്ന് കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓരോ വീട്ടുകാർക്ക് മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. അവൻ്റെ വീട്ടിൽ എത്ര തുണിയുണ്ട് എത്ര ഇതുണ്ടെന്ന് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മൊബൈൽ കിട്ടും. ഇന്ന വീട് നമ്പർ 1 അവിടെ 5 തുണിയുണ്ട്, വീട് നമ്പർ 2, ഇതെല്ലാം കൂടെ ഡാറ്റാ ബേസ് ഉൾപ്പെടെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ലോണ്ടറി മെഷീൻ. അതുപോലെ നമ്മളെ ഈ ഹോസ്പിറ്റലുകളിൽ ഏറ്റവും ബെസ്റ്റ് ആണ്. ടൂറിസ്റ്റ് ഏരിയകളിൽ ഏറ്റവും ബെസ്റ്റ് ആണ്. അല്ലാതെ വീടുകളിൽ പോലും നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആണ്. അതായത് വീട് വെച്ചാൽ ഒരു ബിസിനസ് ഒരു ഏരിയ ജോലിക്കാരൊക്കെ ഉള്ള ഒരു ടൗൺ ഏരിയ ഒക്കെ ആണ് അല്ലെന്നുണ്ടെങ്കിൽ കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണെങ്കിൽ നമ്മൾ മെഷീൻ അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോയി കളക്ട് ചെയ്തിട്ട് നേരെ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതെ, വ്യത്യസ്തമായ ഒരു ബിസിനസ് ആവും. നമ്മളാണ് ആദ്യത്തെ സ്റ്റാർട്ടിംഗ് എങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ 10 ലക്ഷം രൂപയുടെ ഒരു ബഡ്ജറ്റിൽ നമുക്ക് ചെയ്യാൻ 12 ലക്ഷം രൂപയാണ് ആക്ച്വലി നമ്മുടെ ഓഫർ പ്രൈസ്. അതിൽ 10 ലക്ഷം രൂപ നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട്. തേക്കുന്ന സ്റ്റീം അയൺ ഉൾപ്പെടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. വാഷിംഗ് മെഷീൻ, അതോടൊപ്പം തന്നെ തുണി ഉണക്കുന്ന മെഷീൻ, പിന്നെ വെള്ളം കളയുന്ന മെഷീൻ, അതോടൊപ്പം സ്റ്റീം അയൺ ഉൾപ്പെടെയുള്ള കൊടുക്കുന്നുണ്ട് നമ്മൾ. ബാക്കിയുള്ള കമ്പനികൾ ട്രേഡ് ചെയ്യുന്ന കമ്പനികൾക്കൊക്കെ 18-20 ലക്ഷം രൂപ ഇത്രയും മെഷീൻ കൂടെ വാങ്ങിക്കുമ്പോൾ പറഞ്ഞു വന്ന് നമ്മൾ 50% ഡിസ്കൗണ്ടിൽ വേണം കൊടുക്കാൻ എന്നാണെങ്കിൽ പറയാം. ഫുള്ളും SS 304 ആണ്. നമ്മളിപ്പോൾ പ്രൊഡക്ഷൻ കണ്ട പോലെ ഫുൾ SS ഒരു നെറ്റ് ബോൾട്ട് പോലും SS 304 ആണ്. ബാക്കി എല്ലാ കമ്പനികളും അതിനകത്ത് ഉപയോഗിക്കുന്ന വെള്ളം ടച്ച് ചെയ്യുന്ന ഭാഗം മാത്രം SS 304 ഉപയോഗിച്ചിട്ട് ബാക്കി എല്ലാം
GIO MS ആയിരിക്കും ഉപയോഗിക്കുന്നത്. കുറഞ്ഞതായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കുറെ വ്യത്യാസങ്ങൾ നമ്മുടെ മെഷീൻസ് ഉണ്ട്. അത് പ്രൊഡക്ഷൻ നമ്മളിപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായല്ലോ, അതാണ് അതിന്റെ വ്യത്യാസം. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ മെഷീന്റെ പ്രൈസ് എത്രയാണ് ഏട്ടാ? ഇതിന്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 1.45, 1.65, 1.75 ആണ് 30 കിലോടത്. ഇത് 10 കിലോയുടെ ആകുമ്പോഴേക്കും നമുക്ക് 75, 85 അങ്ങനെ റേറ്റ്. കസ്റ്റമർ എന്താണോ റിക്വയർമെന്റ് അതിനനുസരിച്ച് അവര് പൈസ അതായത് നമ്മളിപ്പോ പ്രൈസ് ചോദിക്കുന്നതിൽ കാര്യമില്ല. ഇപ്പൊ എന്റെ പ്രൈസ് ഇത്രയുണ്ട്, നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ എത്രയാണോ ചെയ്തു തരാൻ പറ്റും. ഇപ്പൊ ലോണ്ടറി ആണെങ്കിൽ 10 കിലോ തുടങ്ങുന്നുണ്ട്. നോർമലി എല്ലാവരും 30 കിലോയുടെ യൂണിറ്റാണ് കൊണ്ടുവന്നത്. 30 കിലോ ബാച്ച് അല്ലെന്നുണ്ടെങ്കിൽ തുണി കഴുകുന്നത്, തുണി ഉണക്കുന്നത്, ഇത് 30 കിലോ. അപ്പൊ അതെല്ലാം കൂടെ ആണെങ്കിൽ നമുക്ക് ഇപ്പൊ പെർ അവറിൽ എന്ന് പറയുമ്പോൾ 60 കിലോ വെച്ച് നമുക്ക് പ്രോസസ് ചെയ്യാൻ പറ്റും. അപ്പം തുണി 60 കിലോ 1 മണിക്കൂർ കഴുകും, 1 മണിക്കൂർ 60 കിലോ ഉണക്കും, 1 മണിക്കൂർ 60 കിലോ പിഴിയും. ഇത് 1 മണിക്കൂർ തേക്കുന്ന സ്റ്റീമാണ് ഉൾപ്പെടെ ആകുമ്പോൾ നമുക്ക് ഒരു 10 ലക്ഷത്തിന്റെ ബഡ്ജറ്റ് ആണെങ്കിൽ 4 ലക്ഷം സബ്സിഡി നമുക്ക് ഉടനെ കിട്ടും, 4 ലക്ഷം ലോൺ കിട്ടും, 2 ലക്ഷം നമ്മുടെ കയ്യിൽ നിന്ന് കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപയാണ്. അടുത്ത മെഷീൻ എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞ പോലെ ഇത് ഒരു ഓയിൽ മില്ലിന്റെ തന്നെ വേറൊരു മോഡലാണ്. നമ്മൾ ആ കണ്ടതിന്റെ തന്നെ വേറൊരു ട്രഡീഷൻ, വേറൊരു പഴയ മോഡൽ തന്നെ വേറൊരു മോഡലാണ്. ഇതും 3 HP-യിലാണ്. ഇത് 1 മണിക്കൂറിൽ നമുക്കൊരു 20 കിലോ കൊപ്രയൊക്കെ ഇടുന്ന ഒരു മോഡലാണ്. പിന്നെ നമുക്ക് ബാക്കിയുള്ള ഇതൊക്കെ ട്രേഡ് ചെയ്യുന്നതാണ് നമ്മുടെ വാക്യൂം പാക്കിംഗ് മെഷീൻ ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രേഡ് ചെയ്യുന്ന മെഷീനൊക്കെയാണിത്. ഇത് വാക്യൂം മെഷീൻ, ഇതൊക്കെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. ഇതിന് നമുക്ക് 48 ടാക്സിന്റെ ഉണ്ട്, 58 ടാക്സിന്റെ ഉണ്ട്. 2 മോഡൽ. അതിനകത്ത് സിംഗിൾ ചേമ്പറും ഡബിൾ ചേമ്പർ എന്നുള്ള രീതിയിലാണ്. ഇത് 4 പാക്കറ്റ് ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ പാക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ കേരളത്തിൽ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഇത് 58 ഇതിന്റെ വില. നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വാക്യൂം ചെയ്ത് അത് ചെയ്യുന്ന ഒരു പർപ്പസ് ആണ് ഇത് വരുന്നത്. പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കരിമ്പിന്റെ ആണ്. ഇതും ഇതൊക്കെ കരിമ്പിന്റെ ആണ്. കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുന്നതാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുന്ന മെഷീൻ നമുക്ക് സ്റ്റാർട്ടിംഗ് പ്രൈസ് നമുക്ക് 45,000 ആണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ്. 45 വരുന്നത്. ഇത് കറണ്ടിലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ജനറേറ്ററിൽ വേണമെങ്കിൽ നമ്മൾ ഉപയോഗിച്ചിട്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ അലുവയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മെഷീനാണ് ഇത്. ഇത് ഇച്ചിരി ഹെവി ആയിട്ടുള്ള ഒരു മെഷീനാണ് ഇത് വരുന്നത്. ഇത് തന്നെ നേരത്തെ പറഞ്ഞ വെജിറ്റബിൾ വാഷിംഗ് മെഷീനും ഈ പറഞ്ഞ പോലെ ഓസോൺ വാഷിംഗ് എന്നൊക്കെ നമ്മൾ ഏതൊരു ഓസോൺ വാഷ് ഓക്സിജൻ അന്തരീക്ഷത്തിലെ ഓക്സിജനെ കമ്പൈൻ ചെയ്ത് O3 ആക്കി മാറ്റിയിട്ട് ഇതിനോട് മിക്സ് ചെയ്ത് കയറ്റി വിടുന്നതാണ്. അപ്പൊ ഏത് വിഷത്തെ നമ്മൾ ഇതിനകത്ത് മിക്സ് ചെയ്താൽ അതിനെ ഇവാപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ ടെക്നോളജിയാണ്. അത് ഓൾറെഡി എല്ലാ രാജ്യങ്ങളും അഡോപ്റ്റ് ചെയ്തിട്ടുള്ള സാധനമാണ്. നമ്മുടെ ഇവിടെ അതിന്റെ ഇത് ചെയ്യുന്നുണ്ട്. ഇതിന് പ്രൈസ് എത്ര വരും ചേട്ടാ? ഇത് നമുക്ക് ഇതിപ്പം ബബിൾ വാഷിംഗ് ആണ് ഈ ഇരിക്കുന്ന മെഷീൻ. ബബിൾ വാഷിംഗ് ആകുമ്പോൾ ഇതൊരു 75 ടാക്സ് ആണ് ഇത് വരുന്നത്. 75,000. ഇത് തന്നെ ഓസോൺ വാഷിലോട്ട് വരുമ്പോൾ നമ്മളൊരു 100 ലിറ്റർ പ്ലസ് ആകുമ്പോൾ ഒരു 2,45,000 രൂപ അടുത്ത് നമുക്ക് വരും. അതുകൊണ്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനാണ്. അതൊക്കെ വലിയ രീതി ചെയ്യുവാണെങ്കിൽ മാത്രം നമ്മളത് ചൂസ് ചെയ്താൽ മതി. പിന്നെ ഇത് ഫിഷ് കട്ടിംഗ് മെഷീൻ ഉൾപ്പെടെ നമുക്ക് ഇവിടെ ഉണ്ട്. ഫിഷ് കട്ട് ചെയ്യുന്നതാണ്. ഫിഷ് കട്ട് ചെയ്യാനും പിടിക്കാനും ബോൺ കട്ട് ചെയ്യാനും എല്ലാം നമുക്ക് ഇത് ഉപയോഗിക്കാം. ആ മീറ്റ് കട്ട് ചെയ്യാനും എല്ലാത്തിനും ഉപയോഗിക്കാം അല്ലേ? എല്ലാത്തിനും ഉപയോഗിക്കാം. ഇതിന് എത്ര പ്രൈസ് വരും? ഇത് നമുക്ക് 2 ടൈപ്പ് മോഡലാണുള്ളത്. ഇതിന്റെ ഈ മോട്ടറും ഇതിന്റെ SS-ന്റെ ബെൽറ്റും SS-ന്റെ ഗിയർ ബോക്സും എല്ലാം കൂടെ വരുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1.5 ലക്ഷം അടുത്ത് വരുന്നുണ്ട്. ഇതിന്റെ തന്നെ ബേസ് മോഡൽ നമുക്ക് 75,000 രൂപയ്ക്ക് വരുന്നുണ്ട്. ഇതിന്റെ സാധാരണ MS-ന്റെ ബോഡി മാറ്റി ഫുള്ളും GA ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 45,000 രൂപയ്ക്കുണ്ട്. വീണ്ടും 45,000 രൂപ. അടുത്ത മെഷീൻ എന്ന് പറയുന്നത് ഇവിടെ പിന്നെ തേങ്ങ തിരുമുന്നുണ്ട്. ചെറിയ മെഷീൻ തേങ്ങ തിരുമുന്നുണ്ട്, വെജിറ്റബിൾ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള നോർമലി എല്ലാ മെഷീൻസും ഏകദേശം ഒരു ഇൻഡസ്ട്രികൾക്ക് വേണ്ട എല്ലാ മെഷീൻസും നമ്മൾ ഇവിടെ നോർമലി ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉണക്കുന്ന മെഷീൻ GA-യിലോട്ട് വരുമ്പോൾ ഇത് GA ആണ്. ഇത് GA ആണ്. ഇതിനകത്തും ടെമ്പറേച്ചർ മോയ്സ്ചറൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിപ്പോ ഒരു വില കുറഞ്ഞ ഒരു മോഡലിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊരു 300 തേങ്ങ വരെ ഉണക്കുന്ന മെഷീൻ നമുക്ക് വെറും 75,000 രൂപയുള്ളൂ. 75,000 ഇലക്ട്രിക്കലാണ്. ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. അപ്പം സാധാരണ എല്ലാ കമ്പനികൾക്കും ടെമ്പറേച്ചർ മാത്രം കൺട്രോൾ ചെയ്യുന്നുള്ളൂ. ഇതിനകത്ത് മോയ്സ്ചർ കൺട്രോൾ ചെയ്യുന്ന ഡീഹൈഡ്രേറ്റർ ആണ്. അപ്പൊ ഡ്രയറിന് 75,000 രൂപ. അത് 300 തേങ്ങ എടുത്ത് നമുക്ക് വെക്കാൻ പറ്റുന്ന ടൈപ്പ്. നമുക്ക് ഒരു മണിക്കൂറിൽ എത്ര യൂണിറ്റ് കറണ്ട് വരാം? ഇത് 1 മണിക്കൂർ ആവറേജ് ചെയ്യുമ്പോൾ 1 യൂണിറ്റ് കറണ്ടാണ് ഇത് വരുന്നത്. അത്രേ വരുന്നുള്ളൂ. അതാണ് ഇതിന്റെ കാരണം. മറ്റേ ഹോൾ ഉണ്ടെങ്കിൽ നമുക്ക് കറണ്ട് ചാർജ് കൂടും, ഹോൾ ഇല്ലെങ്കിൽ കറണ്ട് ചാർജ് കുറയും. നമുക്ക് അടുത്ത് ഇതൊക്കെ റോസ്റ്റിംഗ് മെഷീനാണ് ഇതൊക്കെ വരുന്നത്. റോസ്റ്റിംഗ് മെഷീനാണ് അല്ലേ? നമ്മൾ മില്ലിലൊക്കെ മാവ് പൊടിക്കാനും പിടിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പാണ് ഇത്. ഹോൾ ഇല്ലാത്ത ടൈപ്പും ഇത് ഹോൾ ഉള്ള ടൈപ്പും. ഇത് അച്ചാറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാനായിട്ടുള്ള സിസ്റ്റമാണ് ഇത്. ഇത് പൗഡറും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള രീതിയിൽ അത് കസ്റ്റമർ എന്താണോ റിക്വയർമെന്റ് അതിനനുസരിച്ചിട്ട് നമ്മൾ ആ ജോബ് കാർഡ് കാണിച്ച പോലെ ഇതെല്ലാം ജോബ് കാർഡ് അഗൻസ്റ്റ് ആയിട്ട് ചെയ്ത്. ഇത് മൊത്തത്തിലുള്ള ബേസ് ആണ്. മൊത്തത്തിലുള്ള പണ്ടെല്ലാം മെഷീൻ ഇതിപ്പോ നമുക്ക് ഇതിന്റെ മേലുള്ള സ്റ്റിറർ ആണ് കറങ്ങുന്നത്. കണ്ടോ? അത് മാത്രമാണ് കറങ്ങുന്നത്. അതാണ് അതിന്റെ വ്യത്യാസം. ഇത് സേഫ്റ്റിയാണ്. നമുക്ക് അടുത്ത് നിന്നോണ്ട് നമുക്ക് ചെയ്യാം. മറ്റേ ഇത് മൊത്തത്തോടെ കറങ്ങുമ്പോൾ നമുക്ക് തുണിയെല്ലാം അതിൽ പെട്ടുപോയി കഴിഞ്ഞാൽ മൊത്തത്തിലാവത്തില്ല. അതാണ് അതിന്റെ വ്യത്യാസം. ഇതിൽ വരുന്ന മോട്ടർ എത്ര HP ആണ്? ഇത് വരുന്നത് വെച്ചാൽ 1.5 HP മോട്ടറാണ് ഇതിനകത്ത് വരുന്നത്.
ഈ കാണിച്ച മെഷീൻ എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സിംഗിൾ ഫേസിലും 3 ഫേസിലും യൂസ് ചെയ്യാം. കാരണം നമ്മുടെ കമ്പനി ആക്ച്വലി എഞ്ചിനീയറിംഗ് കമ്പനിയാണ് നേരത്തെ പറഞ്ഞത്. ആക്ച്വലി ഇവിടെ വന്ന 10ഓളം ബിടെക് കമ്പനി എഞ്ചിനീയേഴ്സ് ഉണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ സംബന്ധമായ എന്ത് കണ്ടെങ്കിലും അത് ഇരുത്തി പറഞ്ഞു തന്ന് നിങ്ങൾക്കത് നിങ്ങളുടെ മുമ്പിൽ വെച്ച് തന്നെ അത് വരച്ച് പിടിച്ച് അല്ലെങ്കിൽ പഠിപ്പിക്കാനുള്ള രീതിയിലുള്ള ടീം ഇവിടെ ഉണ്ട്. അതെ, നമ്മുടെ ഹീറ്റ് എക്സ്ചേഞ്ചർ പോലും നമ്മുടെ ഡീഹൈഡ്രേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഹീറ്റ് എക്സ്ചേഞ്ചർ പോലും നമ്മൾ ഇവിടെയാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത്. ബാക്കിയുള്ള എല്ലാ കമ്പനികളും എക്സ്ചേഞ്ചർ പോകുന്നത് ചൈനയിൽ നിന്ന് വരുത്തിക്കും. അപ്പോൾ അതുപോലെ നമ്മൾ ഇവിടെയാണ് ഉണ്ടാക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ഡീഹൈഡ്രേറ്റഡ് ഏറ്റവും കൂടുതലും നമ്മുടെ ഓരോ കപ്പാസിറ്റിയുടെയാണ്. ഇതെല്ലാം എഗൻസ്റ്റ് ഓർഡർ ആയിട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. ഇതെല്ലാം നമ്മൾ കസ്റ്റമർ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഓർഡർ എപ്പോഴും ഇവിടെ ജോബ് അഗൻസ്റ്റ് ആയിട്ട് മാത്രം. അതാണ് എല്ലാവരും പരാതി പറയുന്നത്. നമ്മൾ ഓർഡർ ചെയ്താൽ ചിലപ്പോൾ ഒരു 15-20 എടുക്കുന്നു എന്ന് പറയുന്നത്. കാരണം ഇത്രയും നമ്മൾ ഓർഡർ അഗൻസ്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ഇവിടെ ജോബ് ഓർഡർ ഞാൻ നേരത്തെ കാണിച്ച പോലെ നമുക്ക് എല്ലാം നമ്മൾ അഗൻസ്റ്റ് ജോബ് ഓർഡർ മാത്രമേ നമ്മളിവിടെ ചെയ്യാറുള്ളൂ. നമ്മൾ എഗൻസ്റ്റ് ആയിട്ട് ജോബ് ഓർഡർ മാത്രമേ നമ്മളിവിടെ പ്രൊഡക്ഷൻ എടുക്കാറുള്ളൂ. കസ്റ്റമർ തരുന്ന ജോബ് ഓർഡർ കാരണം പേയ്മെന്റ് വന്ന ശേഷം അല്ലെങ്കിൽ അഡ്വാൻസ് വന്ന ശേഷം മാത്രമേ നമ്മൾ ഇപ്പം ഈ ആഴ്ചത്തേത് ഇത് ഈ ആഴ്ചത്തെ ഈ ആഴ്ചത്തേണ്. അപ്പൊ അതിന്റെയാണ് അതിന്റെ വ്യത്യാസങ്ങൾ. കൊട്ടേഷൻ നമ്പരും ബാക്കിയുള്ള കാര്യങ്ങളും എവിടത്തേക്കാണെന്നുള്ള A to Z ഡീറ്റെയിൽസ് ചെയ്യുന്നത്. അവരുടെ മെഷീൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് വേണമെന്നുള്ള ഇപ്പൊ കൊപ്ര കട്ടർ, എക്സ്പില്ലർ, ഡീഹൈഡ്രേറ്റർ. ഇപ്പൊ അടുത്തൊരു മെഷീൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് 10 ടയുടെ GI മെഷീൻ 2 അപ്പൊ അടുത്ത ഒരാളുടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എയർ പമ്പ് ഡീഹൈഡ്രേറ്റർ 30ന്റെ സീലിംഗ് മെഷീൻ. അങ്ങനെ ഓരോരുത്തരുടെയും അവരുടെ എന്താണോ അവരുടെ ജോബ് ഓർഡർ എന്താണോ അവരുടെ സ്ഥലം എവിടെയാണ്. ഇപ്പൊ ട്രിവാൻഡ്രം, നിങ്ങൾ ട്രിവാൻഡ്രം പോലെയാണെങ്കിൽ ട്രിവാൻഡ്രത്തുള്ള ആൾക്ക് വേണ്ടത് ഡീഹൈഡ്രേറ്റർ 500 തേങ്ങയുടെ ഒരെണ്ണം 2 മെഷീൻ, 500 തേങ്ങയുടെ 2 മെഷീൻ, കപ്പാസിറ്റി 2 മെഷീൻ അർജുന. അതേപോലെ തന്നെ ഓരോ ഡിസ്ട്രിക്റ്റിലും മണ്ണഞ്ചേരി അവർക്ക് ഏതൊക്കെ മെഷീൻസ് ആണ്. സ്റ്റീമർ ഉണ്ട്, മിക്സിംഗ് മെഷീൻ ഉണ്ട്, ചപ്പാത്തി പ്രസിംഗ് മെഷീൻ ഉണ്ട്, ഓട്ടോമാറ്റിക് ചപ്പാത്തി മെഷീൻ, ബോൾ കട്ടിംഗ് മെഷീൻ എല്ലാം ഉണ്ട്. അപ്പോൾ എന്താണോ നിങ്ങളുടെ റിക്വയർമെന്റ് അതിനനുസരിച്ചിട്ട് അഗൻസ്റ്റ് ജോബ് ഓർഡറാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ആ ജോലികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഓക്കെ, നമ്മൾ ഷീറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ, ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ട്. ഷീറ്റിന്റെ കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ ആ കണ്ട മെഷീന്റെ ഇപ്പൊ ഈ ഒരു ഷീറ്റിന്റെ തിക്നെസ് ഉണ്ടോ? ഉണ്ടോ? ഈ തിക്നെസ് ഉണ്ടോ? അതേപോലെ ഈ തിക്നെസ് ഉണ്ടോ? ഈ തിക്നെസ് മാറുമ്പോ കസ്റ്റമർ ഇതൊന്നും മനസ്സിലാക്കാതെ നേരെ വിളിച്ചിട്ട് റേറ്റ് എത്രയാന്ന് ചോദിക്കും. ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ 3 കാറ്റഗറി ഉണ്ട്. 304, 202, 201, 316. 316 സാധാരണ നമ്മള് പല ആൾക്കാരും പറയുന്ന അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യാറുള്ളൂ. ബാക്കി എല്ലാവർക്കും 304 ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ SS ആണോ ചോദിക്കുന്നതിനുപരി ഇത് ഏത് ഗ്രേഡ് ആണെന്ന് ചോദിക്കാനായിട്ട് എല്ലാവരും പഠിക്കണം. ഇനിയെങ്കിലും പഠിക്കണം. അതിന്റെ തിക്നെസ് എത്രയാണെന്ന് ചോദിക്കാനായിട്ട് പഠിക്കണം. ഏത് ഇപ്പൊ ചൈനയിൽ നിന്ന് ഷീറ്റുകൾ വരുന്നു. നമ്മളെല്ലാം JSLന്റെ ഷീറ്റാണ് ഉപയോഗിക്കുന്നത്. ഒരു പൈപ്പ് പോലും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഒരു പൈപ്പ് എടുത്താൽ പോലും ഇവരുടെ പൈപ്പാണ് കണ്ടോ, ഗ്രേഡ് SS 304 ആണ്. ഉണ്ടോ? അപ്പൊ അതുപോലും നമ്മൾ ശ്രദ്ധിച്ച് പല കമ്പനികളുടെയും ഷീറ്റുകളും പല കമ്പനികളുടെയും കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മൾ ഏത് കമ്പനിയുടെ ഗ്രേഡ് ചൈനയിൽ നിന്ന് വരുന്നത് ഈ പറഞ്ഞ പോലെ SS 304 ഉണ്ടെന്ന് പറഞ്ഞാലും അത് കെമിക്കൽ ടെസ്റ്റ് ചെയ്താൽ അറിയാൻ പറ്റും. ഇപ്പൊ JSL അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ കമ്പനികളാണ്. ജിൻഡാൽ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ബ്രാൻഡിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ്. അവരുടെ 304 പഞ്ച് ചെയ്ത് വരുന്ന ഒരു മെഷീൻ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് അത്രയും ക്രെഡിബിലിറ്റിയോടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്ന മെഷീൻസ് ആയതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു മെഷീൻ നമ്മൾ എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് ആ ഒരു എന്താ പറയാ, ഇതിനകത്ത് ഉപയോഗിക്കുന്ന വേറൊരു പ്രത്യേകം വെച്ചാൽ ഇതിനകത്ത് ഉപയോഗിക്കുന്ന കേബിളുകൾ, എല്ലാ കമ്പനികളും ഉപയോഗിക്കുന്ന കേബിള് സാധാരണ കേബിളാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലാസ് കേബിളാണ് ഉപയോഗിക്കുന്നത്, ഫൈബർ കേബിൾ. ഇത് സാധാരണ കേബിളിനെ കാട്ടി 10 ഇരട്ടി വില ഉണ്ടാവും. അപ്പൊ സാധാരണ കേബിൾ 10 രൂപയാണെങ്കിൽ ഇതിന് 100 രൂപയാവും. അപ്പൊ അങ്ങനെ പോലും ഇപ്പൊ ഈ മെഷീൻ തുറന്ന് കാണിച്ചുകൊണ്ടാണ്. ഇപ്പൊ ഇത് ഏത് മെഷീൻ എടുത്താലും നമ്മൾ ആ കേബിൾ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കണ്ടോ? അപ്പൊ അവിടെ പോലും നമ്മളൊരു ലാഭം നോക്കാതെ നമ്മുടെ ക്വാളിറ്റിയാണ് നമ്മൾ മെയിൻ ആയിട്ട്. ക്വാളിറ്റി നമ്മൾ നല്ല കൊടുത്തിട്ട് റേറ്റ് അനുസരിച്ച് വാങ്ങിക്കാൻ നോക്കാം. അല്ല നമ്മൾ ആൾക്കാർക്ക് മാർക്കറ്റിന് വേണ്ടി ചീപ്പ് സാധനം ഉണ്ടാക്കി ചീപ്പ് സാധനം കൊടുത്ത് പൈസ ഉണ്ടാക്കി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാ മെഷീൻ ഏത് മെഷീൻ എടുത്താലും നമ്മൾ ഉപയോഗിക്കുന്നത് ഇതേപോലെ ഗ്ലാസ് കേബിൾ മാത്രമായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അതാണ് അതിന്റെ വ്യത്യാസം. എല്ലാ പ്രൊഡക്റ്റും ഇപ്പം ഇത് SS ആണെങ്കിലും GI ആണെങ്കിലും ഇതിപ്പോ GI മെഷീനാണ്. GI മെഷീനിൽ പോലും നമ്മൾ അത് തന്നെ ഉപയോഗിക്കുന്നത്. അല്ലാതെ SS-ന്റെ ഗ്രേഡ് മാറി എന്ന് വെച്ച് നമ്മൾ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ നമ്മൾ ഒരിക്കലും റിസ്ക് എടുക്കില്ല, മാറ്റുന്നില്ല. അതായത് നമ്മളിപ്പോ മാറുന്നത് മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനകത്തുള്ള ബാക്കിയുള്ള കമ്പോണൻസ് എല്ലാം നമ്മൾ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ GIയുടെ മെഷീൻ നമ്മൾ നേരത്തെ കണ്ട ഡീഹൈഡ്രേറ്റർ ആണ്. ഇതിനെ GI വെൽഡ് ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റേജ് ഇതാണ്. ഇത് നമ്മുടെ വെൽഡ് ചെയ്ത് ഇത് നേരെ വന്നിട്ട് പ്രൈമറി പെയിന്റ് അടിക്കാനായിട്ട് ഫസ്റ്റ് പോകും. എപ്പോക്സി പെയിന്റ് അടിച്ച ശേഷം തിരിച്ച് വന്ന്
ഈ സ്റ്റേജിലോട്ട് ഇവിടെ എത്തും. ഈ സ്റ്റേജിലോട്ട് ഇവിടെ എത്തി അതിനെ നമ്മൾ അടുത്ത നെക്സ്റ്റ് സ്റ്റേജിലോട്ട് നമ്മൾ വയറിംഗ് സെക്ഷനിലോട്ട് അങ്ങോട്ട് കൊണ്ടുപോകും. വയറിങ്ങിലോട്ട് കൊണ്ടുപോകും. ഉപയോഗിക്കുന്ന ഫാൻ പോലും നമ്മൾ ഏറ്റവും ബ്രാൻഡഡ് ആയിട്ടുള്ള ഫാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഹൈക്കൂളിൻ്റെ ഫാൻ. സാധാരണ ഫാൻ വാങ്ങിച്ചാൽ 1000 ആണെങ്കിൽ ഇത് 6000 രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ അവിടെ പോലും നമ്മൾ ക്വാളിറ്റി നമ്മൾ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഇലക്ട്രിക്കൽ ആണെങ്കിൽ പോലും ഇതിപ്പോൾ ഇലക്ട്രിക്കൽ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അതെ. ഓക്കെ ഓക്കെ. ഇവിടെ ഉണ്ടോ എല്ലാം നമ്മൾ ഈ ഗ്ലാസ് കേബിളും കാര്യങ്ങളും മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതൊരു ലോണ്ടറി മെഷീൻ ആണ്. ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ലോണ്ടറി മെഷീൻ ആണ് അല്ലേ? ഇത് ലോണ്ടറി മെഷീൻ ആണ്. ഓ, ഇത് വർക്ക് ഓർഡർ അനുസരിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. വർക്ക് ഓർഡർ നമ്മളിപ്പോൾ നേരത്തെ കണ്ട പോലെ വർക്ക് ഓർഡർ അനുസരിച്ച് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, ഇത്രയും വലിയൊരു മെഷീനൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ എത്ര വരും? പ്രൈസ് എങ്ങനെ വരും? ഇതാകുമ്പോഴേക്കും നമ്മൾ 60 കിലോ പെർ അവറിലുള്ള ലോണ്ടറി, അതായത് തുണി ഉണക്കുന്ന മെഷീനാണ്. ഉണക്കുന്ന മെഷീൻ. ഇതിന് നമ്മൾ 3,65,000 പ്ലസ് GST ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ബാക്കിയുള്ള കമ്പനിയൊക്കെ 4 ലക്ഷം പ്ലസ് ആണ് വരുന്നത്. 3,65,000 പ്ലസ് GST ആണ് വരുന്നത്. ഇതിനകത്ത് 40% സബ്സിഡിയും 40% ലോൺ കയറും. പിന്നെ ഇത് A to Z നെറ്റ് ബോൾട്ട് പോലും നോക്കിയാൽ SS 304 ആണ്. അതെ അതെ അതെ. ഒരു നെറ്റ് ബോൾട്ട് നോക്കിയാൽ പോലും നമ്മൾ SS 304 ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ഗ്യാസ് കൺട്രോളാണ് ഉണക്കുന്നത്. അത് ഓരോ കസ്റ്റമറുടെ റിക്വയർമെന്റ് എവിടെയെങ്കിലും കണ്ട ഡിസൈൻ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ ഡിസൈൻ നമുക്ക് അയച്ച് നമ്മൾ അതേപോലെ ഇവിടെ ചെയ്ത് കൊടുക്കും. ഓ, അതായത് ഇപ്പോൾ വാട്സാപ്പിൽ ഇതിപ്പോ ഒരു ഗൾഫ് ടീമിന്റെയാണ്. അവര് അവിടെ കണ്ട ഒരു ഡിസൈൻ നിങ്ങൾക്ക് അയച്ചു തന്നു. ആ ഫോട്ടോ അനുസരിച്ച് ചെയ്താണ്. സാധാരണ പെട്ടി പോലെയല്ല എല്ലാവരും കണ്ടിരിക്കുന്നത്. അപ്പൊ അവര് കണ്ടു. ഇപ്പൊ ഇവിടെ ഇവിടെ നമ്മൾ ടച്ച് സ്ക്രീനും ഡിസ്പ്ലേ ഒക്കെ ഈ സൈഡ് ഇങ്ങോട്ട് ഡിസ്പ്ലേ ഒക്കെ വരും. നമ്മൾ അതിനനുസരിച്ച് അവർക്ക് ചെയ്ത് കൊടുക്കുന്ന. ഫുൾ പണി തീർന്നു വരുമ്പോഴത്തേക്ക് എത്ര ദിവസം കൊടുക്കും? ഇനിയിപ്പോ ഒരു 2 ദിവസം ഉണ്ടെങ്കിൽ ഈ പണി മൊത്തം തീരും. നിങ്ങൾ എന്നിട്ട് അവർക്ക് ഡയറക്റ്റ് കസ്റ്റമർ സൈറ്റിൽ കൊണ്ട് ഈ ഉണക്കി ടെസ്റ്റ് അടിച്ച് കൊടുത്തിട്ട് ഞങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുകയാണ്. അത് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. കാരണം എന്നാൽ മാത്രം നമുക്ക് നിലനിൽപ്പുള്ളൂ. അല്ല മിഷൻ മാത്രം കൊടുത്ത് പിന്നെ സർവീസ് ഇല്ലെങ്കിൽ ഈ മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റിയാണ് ഏറ്റവും കൂടുതൽ. ഒരു ബിസിനസിന്റെ ഗ്രോത്ത് ഇരിക്കുന്ന അവിടെയാണ്. നമ്മൾ ചെറിയ രീതിയിൽ തുടങ്ങി ഇന്ന് ഇത്രയും വലിയ ലെവലിൽ വളരാനുള്ള മെയിൻ കാരണം തന്നെ നമ്മളൊരു മിഷൻ കൊണ്ടുപോയി അത് കൊള്ളാം എന്ന് അടുത്തുള്ള അങ്ങനെ മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റിയിലൂടെ തന്നെ നമ്മുടെ കമ്പനി ഗ്രോ ചെയ്യും. പിന്നെ ഏതൊരു കമ്പനിക്കും പ്രോബ്ലംസ് ഉണ്ടാവും, സർവീസ് ഇഷ്യൂ ഉണ്ടാവും. അതെല്ലാം ക്ലിയർ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോഴാണ് ആ കമ്പനി ഗ്രോ ചെയ്യുന്നത്. അല്ലാതെ നമ്മുടെ കമ്പനി ഒരിക്കലും കംപ്ലൈന്റ് വരണമെന്ന് ഒരു കമ്പനിക്കും അങ്ങനെ പറ്റില്ല. കാരണം 100% ഇലക്ട്രോണിക്സ് കമ്പോണന്റ് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അതിന് മാനുഫാക്ചറിംഗ് ഫെയിലിയർ ഒക്കെ വരാം. പക്ഷെ വരുന്നത് എങ്ങനെ ക്ലിയർ ചെയ്ത് കൊണ്ടുപോകുന്നുള്ളതാണ് അത് നമ്മൾ 100% നമ്മുടെ ടീം അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഇത് ഏലക്ക ഉണക്കുന്ന മെഷീന്റെ കൺട്രോൾ പാനലാണ്. സാധാരണ കേരളത്തിൽ നമുക്ക് വെല്ലുവിളിച്ചുകൊണ്ട് പറയാൻ പറ്റും, കേരളത്തിൽ സ്വന്തമായിട്ട് ഏലക്ക മെഷീൻ 100% മാനുഫാക്ചർ ചെയ്യുന്ന ഒരേ ഒരു കമ്പനി, ഇലക്ട്രിക്കൽ 100% മാനുഫാക്ചർ ചെയ്യുന്ന ഒരേ ഒരു കമ്പനിയേ ഉള്ളൂ എന്ന് നമുക്ക് ആരുടെയും വെല്ലുവിളിച്ച് നമുക്ക് പറയാൻ പറ്റും. കാരണം കേരളത്തിൽ 10-25 കമ്പനികൾ ഉണ്ടെങ്കിൽ പോലും ഇവരൊക്കെ ട്രേഡ് ചെയ്യുകയാണ്. നേരെ തമിഴ്നാട്ടിൽ നിന്നോ ചൈനയിൽ നിന്നോ ഹീറ്റ് പമ്പ് എന്നുള്ള ടെക്നോളജി എടുത്തുകൊണ്ട് വന്നിട്ട് നേരെ സെയിൽ ചെയ്യണം. ഇത് നമ്മൾ ഇവിടെ തന്നെ R&D നടത്തി ഇവിടെ തന്നെ നമ്മൾ എല്ലാ A to Z വയറിംഗ് ഉൾപ്പെടെ A to Z ഇവിടെ ചെയ്ത് നമ്മൾ കസ്റ്റമർ സൈറ്റിൽ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം. നമുക്കിപ്പോൾ ഏലക്ക ഉണക്കുന്ന ഒരു ചെറിയ മെഷീൻ വാങ്ങണമെങ്കിൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്ര വരും? ചെറുതാണെങ്കിൽ നമുക്കൊരു 200 കിലോ ബൾക്ക് ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 4,20,000 രൂപയ്ക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. 4,20,000 രൂപ 200 കിലോ. അത് തൊട്ട് നമുക്കൊരു 1000 കിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു 14 ലക്ഷം രൂപയ്ക്ക് നമുക്ക് 1000 കിലോ നമുക്ക് കൊടുക്കാൻ പറ്റും. കാരണം ചൈനക്കാരൻ ഇമ്പോർട്ട് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്ന സാധനത്തിന് 15 ലക്ഷം 18 ലക്ഷം ആൾക്കാർ വാങ്ങിക്കുന്നത്. സർവീസ് വന്നു കഴിഞ്ഞാൽ പെട്ടു, പിന്നെ അത്രേ ഉള്ളൂ. ഇത് നമ്മൾ A to Z നമ്മൾ ഇവിടെ തന്നെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് 100% നമുക്ക് ഓൺ സൈറ്റ് സർവീസ് ആണ് നമ്മൾ പറഞ്ഞത്. ഓൺ സൈറ്റ് സർവീസ് നമ്മൾ എല്ലായിടത്തും. ഇത് നമ്മുടെ സെക്കൻഡ് ഫ്ലോർ ആണ്. സെക്കൻഡ് ഫ്ലോറിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള ഐറ്റംസ് ആണ് കൂടുതൽ ഇവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ക്യാപ്സൂൾ പഞ്ച് ചെയ്യുന്ന മിഷൻ തൊട്ട് സീലിംഗ് മിഷൻ. ഈ സീലിംഗ് മിഷൻ കേരളത്തിൽ ആരും ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള സത്യാവസ്ഥ ഇത് ആർക്കും അറിയില്ല. എല്ലാവരും ഈ പറഞ്ഞ പോലെ കേരളത്തിൽ ഉണ്ടാക്കുന്നത് വിശ്വസിക്കുകയാണ്. അതെല്ലാം പുറത്തുനിന്ന് ചൈനയിൽ നിന്ന് വരുന്നതാണ്. ഞങ്ങളും ചൈനയിൽ നിന്നാണ് എടുക്കുന്നത്. പക്ഷേ നല്ല കമ്പനിയുടെ മാത്രം നോക്കി എടുത്ത് അതിൻ്റെ സർവീസിന് ഉൾപ്പെടെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് കിടത്തിയും നിവർത്തിയും ചെയ്യാവുന്ന പോലെ ഇത്രയും സാധനങ്ങളാണ് നമുക്കിവിടെ ഇമ്പോർട്ട് ചെയ്ത് വരുന്നതിൻ്റെ കൂട്ടത്തിലിരിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ടിൽറ്റിംഗ് മിക്സി ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ബ്ലണ്ടിങ് ടൈപ്പ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ഇൻഡക്ഷൻ സീലിംഗ് ആണെങ്കിൽ പോലും ഇതെല്ലാം എല്ലാവരും ചൈനയിൽ നിന്നാണ് എടുക്കുന്നത്. സീലിംഗ് മെഷീൻ ഇത് നമ്മൾ ചൈനയിൽ നിന്നാണ് ഇതൊക്കെ നമ്മൾ എടുക്കുന്നത്. ഇത് ഫില്ലിംഗ് മെഷീനും ഇതും ഇമ്പോർട്ടഡ് ആണ്. അപ്പം ഇതൊക്കെ വെച്ചാൽ നമുക്ക് ഇവിടെ നാട്ടിലുണ്ടാക്കാനായിട്ടുള്ള കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് സർവീസ് നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട്. എല്ലാത്തിനും സ്പെയർ പാർട്സ് ഉൾപ്പെടെ നമ്മൾ വാങ്ങിക്കുന്നത്. പിന്നെ കസ്റ്റമറിന് കൊടുക്കുമ്പോൾ എല്ലാത്തിനും ഒരു സെറ്റ് സ്പെയർ കൊടുക്കാനായിട്ട് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ സീലിംഗ് മെഷീൻ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ ഇരിക്കുന്നത്. വെജിറ്റബിൾ കട്ടർ തന്നെ നമുക്ക് പല മോഡലുണ്ട്. ഇതിപ്പം 16,000 22,000 ഇത് ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. ഈ വെജിറ്റബിൾ കട്ടറിന്റെ മോട്ടർ കോപ്പർ മോട്ടർ ആണെന്നുണ്ടെങ്കിൽ 16,000 രൂപ
അലൂമിനിയം മോട്ടറാണ്, കോപ്പർ മോട്ടറാണെങ്കിൽ 22,000, അലൂമിനിയം മോട്ടറാണെങ്കിൽ 16,000 രൂപയാണ് അതിന്റെ വില. അലുമിനിയം അതിനകത്ത് നമുക്ക് 35 സബ്സിഡി ഉണ്ട് നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കുമ്പോൾ ഉണ്ട്. ചേട്ടാ നമ്മളിപ്പോൾ ഇമ്പോർട്ട് ചെയ്ത ഈ മെഷീൻസിനായിരുന്നാലും സബ്സിഡി കിട്ടുമല്ലോ? സബ്സിഡി എല്ലാം കിട്ടും, നമ്മൾ ഇവിടുന്ന് ചെയ്യുന്ന എല്ലാത്തിനും നമുക്ക് കിട്ടും സബ്സിഡി കിട്ടും. അതെ ഓക്കെ. കാരണം നമ്മൾ ആ മാനുഫാക്ചറിങ് കാറ്റഗറിയിലുള്ള മെഷീൻ കമ്പനി ആയതുകൊണ്ട് നമുക്ക് അത് കിട്ടും. നമ്മുടെ ഇൻക്യുബേറ്റർ ആണ്. നമുക്കറിയാം മുട്ട വിരിയിക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ ഇൻക്യുബേറ്റേഴ്സ് നമുക്ക് പല രീതിയിലുണ്ട്. സെമി ഓട്ടോമാറ്റിക് ഉണ്ട്, ഫുള്ളി ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ മോഡുണ്ട്. നമ്മളൊരു ബിസിനസ് ലെവലിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഓട്ടോമാറ്റിക് മെഷീനാണെങ്കിൽ നമുക്ക് വലിയ പാടൊന്നുമില്ല. മറ്റേതാകുമ്പം നമ്മൾ എല്ലാ ദിവസവും മുട്ട തിരിച്ചും മറിച്ചൊക്കെ വെച്ച് കൊടുക്കണം. ഇതുമ്പോൾ ഫുള്ളി ഓട്ടോമാറ്റിക്കാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇത് റൊട്ടേഷൻ ആവും. ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ടെമ്പറേച്ചർ, മോയ്സ്ചർ എല്ലാം ഓട്ടോമാറ്റിക് കൊടുക്കും. നമുക്ക് ഇതിനകത്ത് തന്നെ ഡിസ്പ്ലേ കാണാൻ പറ്റും എത്ര ടെമ്പറേച്ചർ ഉണ്ട്, എത്ര മോയ്സ്ചർ ഉണ്ട്, A to Z ഓട്ടോമാറ്റിക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതും അതേപോലെ ഒരു മോഡലാണ്. നമുക്ക് ഇത് 510 മുട്ടയുടെയും ഇത് 1020 മുട്ടയുടെയാണ്. ഇത് 510 എന്ന് പറയുമ്പോൾ ഒരു 45,000 GST ആണ് നമ്മളിപ്പോൾ ഓഫർ പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത്. 45,000 പ്ലസ് GST ആണ്. GST ഇതിനാണെന്നുണ്ടെങ്കിൽ 77,000 CSCക്കാണ് 1000-ന്റെ കൊടുക്കുന്നത്. ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ഡബിൾ ബോഡി, അതായത് അറ്റ്മോസ്ഫിയറിക്ക് ഈ ടെമ്പറേച്ചറോ അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി ഒക്കെ വ്യത്യാസം വന്നാലും വലിയ രീതിയിൽ നമ്മുടെ മെഷീനിൽ അഫക്റ്റ് ആയിരിക്കേണ്ട ഇൻസുലേഷൻ ഒക്കെ കൊടുത്തിട്ടാണ് ഈ ബോഡി ഇത് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ മെഷീൻ്റെ അകമൊന്ന് വേണമെന്ന് കാണാം. ഓക്കെ. ഇത് ഓട്ടോമാറ്റിക്, ഇത് ഇത്ര സമയം കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഇത് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ? റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ 1020 മുട്ടയുടെ. അപ്പോൾ ഇതിലുള്ളൊരു യൂണിറ്റ്, അതായത് ചേട്ടാ ഇതിന് 1020 മുട്ടയ്ക്ക് നമ്മൾ എത്രയാണ് പ്രൈസ് പറഞ്ഞത്? ഇത് 77,000 CSC ആണ്. ലോണും സബ്സിഡി എല്ലാം കഴിഞ്ഞു വരും. ഓക്കെ. ഇതുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലൊരു യൂണിറ്റ് കാരണം കറണ്ട് ചാർജ് വളരെ കുറവാണ്. ഇത് മൊത്തം കൂടെ 500 വാട്ട്സ് ഇതിനകത്ത് എടുക്കുന്നുള്ളൂ. അതുപോലെ സാധാരണ നമ്മുടെ വീട്ടിലൊരു ബൾബ് തന്നെ 100 വാട്ട്സിന്റെ ബൾബ് വെച്ച് നോക്കിയാൽ അത്രേ ഉള്ളൂ. വളരെ കറണ്ട് ചാർജ് വളരെ കുറവാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ, കാരണം നമുക്ക് ഇതിനകത്ത് എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എല്ലാം ചെയ്തോളൂ, നമ്മൾ ഒന്നും പറയേണ്ട ആവശ്യമില്ല.